ഹലോ ഗൈസ്, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ബാക്ടീരിയൽ എൻഡോസ്പോർ. എൻഡോസ്പോർ അല്ലെങ്കിൽ ജസ്റ്റ് സ്പോർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയൽ എൻഡോസ്പോർ എന്ന് പറയുന്നത് ചില ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഒരു ഫോമാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസ് ആണ് എൻഡോസ്പോറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ആനിമൽസ് ഹൈബർനേറ്റ് ചെയ്യുന്ന പോലെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡോർമൻറ്റ് സ്ട്രക്ചറാണ് എൻഡോസ്പോർ. ഈ ഡോർമൻറ്റ് സ്ട്രക്ചർ സ്പെഷ്യൽ റെസിസ്റ്റൻറ്റ് പവറുള്ള ആൾക്കാരാണ്. അപ്പോൾ ബേസിക്കലി എൻഡോസ്പോറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സ്പീഷീസ് ആണ് ബാസിലസ്, ക്ലോസ്ട്രീഡിയം, സ്പോറോസാസിന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഇവരെന്തിനൊക്കെയാണ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ഹീറ്റ്, UV, ഗാമ, കെമിക്കൽസ് ആൻഡ് ഡെസിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഡ്രൈയിങ് മെത്തേഡാണ്. അപ്പോൾ ഇതിനൊക്കെ റെസിസ്റ്റൻ്റ് ആണ് എൻഡോസ്പോർ. ഈ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു സർഫസിൽ നിന്നോ സാമ്പിളിൽ നിന്നോ ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തേഡ്സ് ഒന്നും കൊണ്ട് നമുക്ക് എൻഡോസ്പോർസിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത്ര റെസിസ്റ്റൻ്റ് ആണ് എൻഡോസ്പോർ എന്ന് പറയുന്ന ഫോം. ഈ എൻഡോസ്പോർസ് ലാക്സ് ഇയേഴ്സ് ഒക്കെ വയബിൾ ആയിട്ട് എന്ന് വെച്ചാൽ ലിവിങ് ആയിട്ട് ഇരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്തോജൻസ് എല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ റീസൺ തന്നെ, നമുക്ക് ഇവരെ നശിപ്പിക്കാൻ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവരെ നമുക്ക് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവർക്ക് സ്റ്റെയിനിങ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്റ്റെയിൻ യൂസ് ചെയ്താലും ഇവരുടെ കോട്ടിൻ്റെ നമ്മളുടെ പുറത്തെ ഈ കോട്ട്, അവർക്കൊരു കോട്ടുണ്ട്. ആ കോട്ടിൻ്റെ പ്രത്യേകത കാരണം സ്റ്റെയിൻസ് ഒന്നും ഇവരുടെ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻപെർമിയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് ഈ ബാക്ടീരിയൽ ബോഡിയിൽ കളർലെസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്ലിയർലി കളർലെസ് ഏരിയ ആയിട്ടാണ് നമുക്ക് സ്റ്റെയിൻലെസ് സാമ്പിൾസ് വ്യൂ ചെയ്യാൻ പറ്റുക മൈക്രോസ്കോപ്പിൽ. ദെൻ ഇവരുടെ മദർ സെല്ലിനെ, ഏത് സെല്ലാണോ ഈ എൻഡോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്തത്, ആ മദർ സെല്ലിനെ പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയം. അപ്പോൾ ഈ സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മദർ സെല്ലിൻ്റെ അകത്ത് ഈ എൻഡോസ്പോറിന് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ പല ടൈപ്പിൽ കാണാറുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് കാണുന്നതാണ് ഫസ്റ്റ് വൺ, പിക്ചർ എ, ദാറ്റ് ഈസ് സെൻട്രൽ സ്പോർ. ആ സെല്ലിൻ്റെ വെജിറ്റേറ്റീവ് സെൽ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയത്തിൻ്റെ സെൻറ്ററിലാണ് എൻഡോസ്പോർ ഇരിക്കുന്നത്. ആൻഡ് പിക്ചർ ബി ഈസ് സബ് ടെർമിനൽ സ്പോർ. സബ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ അറ്റത്തുമല്ല സെൻറ്ററിലും അല്ല. ദെൻ സി ഈസ് ടെർമിനൽ സ്പോർ എന്ന് വെച്ചാൽ അറ്റത്തുള്ളത്. ആൻഡ് ഡി ഈസ് ടെർമിനൽ സ്പോർ വിത്ത് സ്വാളൻ സ്പൊറാഞ്ചിയം. സ്വാളൻ ആയിട്ടിരിക്കുന്ന മദർ സെല്ലിൻ്റെ എൻഡിലിരിക്കുന്ന സ്പോർ. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് 4 ടൈപ്പിൽ ഇവരുടെ പൊസിഷൻ കാണാറുള്ളത്. ഇനി ഇവരുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് പല ലെയേഴ്സ് കാണാൻ പറ്റും എൻഡോസ്പോറിന്. ഓരോ ലെയേഴ്സും തിൻ മെംബ്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ടത് ഇവരുടെ ലെയേഴ്സാണ്. ഏറ്റവും പുറത്ത് കാണുന്ന ഈ ഒരു ക്രീം ഷെയ്ഡിലുള്ള ലെയറാണ് എക്സോസ്പോറിയം. ഓക്കെ, ഈ കാണുന്ന ലെയറാണ് എക്സോസ്പോറിയം. എക്സോസ്പോറിയം എന്ന് പറയുന്നത് തിൻ ലെയറാണ് ആൻഡ് ദേ ആർ ഡെലിക്കേറ്റ്. അവർ ഡെലിക്കേറ്റ് കവറിങ് ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് സ്പോർ കോട്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്ന ഏരിയയാണ് സ്പോർ കോട്ട് അല്ലെങ്കിൽ സിംപ്ലി കോട്ട്. ഈ കോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രോട്ടീൻ റിച്ച് ലെയറാണ്. ഇവർക്ക് പല പ്രോട്ടീൻസ് ഉണ്ട് ഈ കോട്ടിൽ. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചുകൂടെ തിക്കാണ് വെൻ കമ്പയർഡ് ടു എക്സോസ്പോറിയം. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറാണ് കോർട്ടെക്സ്. ഓക്കെ, ഈ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇവരുടെ മൊത്തമുള്ള വോളിയത്തിൽ, മൊത്തം സർഫസിൽ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ആളാണ് കോർട്ടെക്സ്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ ഏരിയ കോർട്ടെക്സിൻ്റേതാണ്. നമുക്ക് ഈ പിക്ചറിൽ നമുക്കതങ്ങനെ ക്ലിയർ അല്ലെങ്കിലും ബേസിക്കലി കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ ആണ് ഇവരുടെ പുറത്തുള്ള ഈ ലെയേഴ്സിൽ ഏറ്റവും തിക്കസ്റ്റ് ലെയർ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ നമ്മൾ വേറെ പഠിച്ചിരിക്കുന്ന സെല്ലിൻ്റെ സെൽ വാളിലാണ്. പക്ഷെ അത്രയും തിക്ക് ഒരു ക്രോസ് ലിങ്കിങ് അല്ല ഇവിടെ. കുറച്ചുകൂടി കുറഞ്ഞ ഒരു ക്രോസ് ലിങ്കിങ് ആണ് കോർട്ടെക്സിൽ കാണുന്നത്. അത്രയും പെപ്റ്റിഡോഗ്ലൈക്കൻ റിച്ച് ഏരിയ അല്ല ഇത്. ബട്ട് ഇത്
ക്രോസ് ലിങ്ക്ഡ് ഏരിയ തന്നെയാണ്. ദെൻ അതിൻ്റെ അകത്ത് കാണുന്ന ലെയറാണ് സ്പോർ സെൽ വാൾ അല്ലെങ്കിൽ കോർ വാൾ, ഈ യെല്ലോ കളർ ഏരിയ, ഓർ ഓൾസോ കോൾഡ് ജേം സെൽ വാൾ. ഓക്കെ, ഈ യെല്ലോ ഏരിയ ആണ് കോറിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ലെയർ. ഈ ലാസ്റ്റ് ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ബേസിക്കായിട്ട് ഇവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. എന്തിന്? ഇതിൻ്റെ അകത്ത് സേഫായിട്ട്, ഈ കോറിനകത്ത് സേഫായിട്ട് ഇവരുടെ സ്ട്രക്ചേഴ്സ് എല്ലാം അതാത് സ്ഥലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം സൈലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഒരു ഹെൽപ്പ് കൊടുക്കുന്ന ആളാണ് ഈ സെൽ വാൾ എന്ന് പറയുന്നത്. ഈ സെൽ വാൾ കൊണ്ട് തന്നെയാണ് പുറത്തെ ഇവരൊക്കെ അറ്റ്മോസ്ഫിയറായിട്ട് ഒരു കണക്ഷൻ വന്നാലും ഈ കോറിന് ഒരു കണക്ഷൻ വരാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിക്ക് ലെയറാണ് ജേം സെൽ വാൾ അല്ലെങ്കിൽ ഈ സെൽ വാൾ, ഈ യെല്ലോ കളറിൽ കാണുന്ന സെൽ വാൾ. ഈ സെൽ വാളിനകത്താണ് കോർ. ഈ കോറിലാണ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇവരുടെ സെല്ലുലാർ സ്ട്രക്ചേഴ്സ് എല്ലാം ഇരിക്കുന്നത്. വെജിറ്റേറ്റീവ് സെല്ലിലുള്ളതുപോലെ എല്ലാ സ്ട്രക്ചേഴ്സും അതുപോലെ ഇതിനകത്തുണ്ടാവില്ല. എന്നാലും ഓൾമോസ്റ്റ് എവരി സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ കോറിനകത്തുണ്ടാവും. ബട്ട് മെറ്റബോളിക്കലി ഇവർ സൈലൻ്റ് ആയിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. ഇതിനകത്ത് വലിയ മെറ്റബോളിക് റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. ഇതാണ് സ്ട്രക്ചർ. ഇനി ഈ എക്സോസ്പോറിയം ആൻഡ് സ്പോർ കോട്ട്, നമ്മളിപ്പോൾ പഠിച്ച എക്സോസ്പോറിയവും സ്പോർ കോട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽസിൽ നിന്നും ഈ സ്പോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഈ കോർ നമുക്ക് ഈ റെസിസ്റ്റൻസ് തരുന്നതിൽ വലിയൊരു വാല്യൂ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോറാണ് ഇവരുടെ പല കണ്ടീഷനിലും അഡാപ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻട്രൽ പോർഷൻ, നമ്മൾ ഇവർക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് പല സിറ്റുവേഷനിൽ നിന്നും ഇവരെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് കൊണ്ടാണ്. അങ്ങനെ അഡാപ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് കോറാണ്. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷനാണ് ലോ വാട്ടർ കണ്ടൻ്റ് ഉള്ള സമയം, ഇല്ലെങ്കിൽ കാൽഷ്യം അയണോ മറ്റെന്തെങ്കിലും കെമിക്കലിൻ്റെ എമൗണ്ട് കൂടുതലുള്ളൊരു സമയം, അല്ലെങ്കിൽ ഹയർ ഓർ ലോവർ pH, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവരെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കോറാണ്. ദെൻ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ DNA ഉണ്ട്. ഈ കോർ എന്ന് പറയുമ്പോൾ കോറിനകത്ത് ബാക്കി സെല്ലുലാർ കമ്പോണൻസ് ഉള്ളതുപോലെ തന്നെ DNA ഉണ്ട്. ആ DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സം ആസിഡ് സോലുബിൾ DNA ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ്. ഫോർ എക്സാമ്പിൾ SASPS. ഇതുപോലെ SASPS പോലുള്ള ആസിഡ് സോലുബിൾ DNA ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ് ഈ കോറിൻ്റെ അകത്തുള്ള സ്പോർ DNA പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. DNAക്ക് കേടുപാടൊന്നും വരാതെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ദെൻ സ്പോറിലേഷൻ. സ്പോറിലേഷൻ എന്ന് വെച്ചാൽ സ്പോർ ഫോർമേഷൻ. നമ്മൾ വെജിറ്റേറ്റീവ് സെല്ലിനകത്തുനിന്ന് ഈ സ്പോറിനെ ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് സ്പോറിലേഷൻ, ഇല്ലെങ്കിൽ സ്പോറോജെനസിസ്, അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഈ സ്പോറിലേഷൻ അല്ലെങ്കിൽ സ്പോറോജെനസിസ് നടക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് അവർ വളരുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, ഇല്ലെങ്കിൽ അവർ വളരുന്ന സിറ്റുവേഷനിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇവർ വെജിറ്റേറ്റീവ് സെല്ലിനകത്തുനിന്ന് സ്പോർ ഫോം ചെയ്തിട്ട് അങ്ങനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ അവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ അവരുടെ നെഗറ്റീവായിട്ടുള്ള സറൗണ്ടിങ് എല്ലാം മാറി പോസിറ്റീവായിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇവർ പഴയ പോലെ വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പോറിലേഷൻ അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ 7 സ്റ്റെപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ താഴത്ത് പറയുന്നത് അതിൻ്റെ കുറച്ച് റൈറ്റിങ്സ് ആണ്, നമുക്ക് ഈസി ആയിട്ട് അത് പിക്ചറിൽ പറയാം. ഇതാണ് സ്പോറിലേഷൻ്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, ഇവിടെയാണ് നമുക്ക് സ്പോറിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ പോലെ നമ്മൾ സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൽ ഡിവൈഡ് ചെയ്യണം. ബട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ആക്സിയൽ ഫിലമെന്റ് ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. ആക്സിയൽ ഫിലമെന്റ് ഫോർമേഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഈക്വൽ ഡിവിഷൻ അല്ല, ആക്സിയൽ ഫിലമെന്റ് ഫോം ചെയ്ത് ഈക്വൽ അല്ലാത്ത ഒരു ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സെപ്റ്റം ഫോർമേഷൻ. സെപ്റ്റം മീൻസ് ഈ ഒരു സെപ്പറേഷൻ ആണ് സെപ്റ്റം ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അൺഈവൻ ആയിട്ടുള്ള 2 സെപ്പറേഷൻ ആയിട്ട് മാറും.
ബൈ സെപ്റ്റം ഫോർമേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത അൺഈവനായിട്ട് ഡിവൈഡ് ചെയ്ത ആൾക്കാരെ നമ്മളിവിടെ രണ്ടാക്കി തിരിച്ചു യൂസിങ് സെപ്റ്റം ഫോർമേഷൻ. ദെൻ തേർഡ് സ്റ്റെപ്പ്, engulfment of spore. 4 spore. engulfment of 4 spore. 4 spore എന്ന് പറയുന്നത് സ്പോർ ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേജ്, അതാണ് 4 spore engulfment. ഈ ഇരിക്കുന്ന ഈ ഒരു പോർഷനാണ് സ്പോറായിട്ട് മാറേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ കാണുന്ന വെജിറ്റേറ്റീവ് പോർഷൻ്റെ അകത്തേക്ക് ആക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്ന വെജിറ്റേറ്റീവ് ഫോമിനകത്തോട്ട് ഈ ഇരിക്കുന്ന സ്പോർ ആകേണ്ട ഈ ഒരു പോർഷനെ എൻഗൾഫ് ചെയ്യാണ്, അകത്തേക്ക് വലിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതാണ് കോർട്ടെക്സ് ഫോർമേഷൻ. കോർട്ടെക്സ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോർട്ടെക്സും കോട്ടും എല്ലാം. കോർട്ടെക്സ് അതിൻ്റെ പുറത്തെ ലെയറാണ് കോർട്ടെക്സ് ഫോർമേഷൻ. അപ്പോൾ എൻഗൾഫ് ചെയ്തതിന് ശേഷം ഇവരുടെ പുറത്തുള്ള ഹാർഡായിട്ടുള്ള ലെയേഴ്സിനെ എല്ലാം ഉണ്ടാക്കണം. അതിലാദ്യം ഉണ്ടാക്കുന്ന ലെയറാണ് കോർട്ടെക്സ്. അപ്പോൾ 4th സ്റ്റെപ്പായിട്ട് ഇവർ കോർട്ടെക്സിനെ ഫോം ചെയ്യാണ്. ദെൻ 5th സ്റ്റെപ്പായിട്ട് കോട്ട് സിന്തസിസ്. അടുത്ത ഒരു ലെയറാണ് കോട്ട്, സ്പോർ കോട്ട്. ആ കോട്ടിനെ സിന്തസൈസ് ചെയ്യും. ദെൻ അടുത്തത് എക്സോസ്പോറിയം. ഏറ്റവും പുറത്തെ ലെയറായ എക്സോസ്പോറിയം അടുത്ത സ്റ്റെപ്പിൽ ഉണ്ടാക്കും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവരുടെ completion of core synthesis, increase in refractility and heat resistance. ലാസ്റ്റ് സ്റ്റെപ്പിൽ സ്പോർ കോട്ടും ഉണ്ടായതിനു ശേഷം ഇവർക്ക് കംപ്ലീറ്റ് റെസിസ്റ്റൻസ് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഈ വെജിറ്റേറ്റീവ് സെല്ലിനെ ബ്രേക്ക് ചെയ്ത് ഈ ഫ്രീ സ്പോർ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ലൈസിസ് ഓഫ് സ്പൊറാൻജിയം, സ്പോർ ലിബറേഷൻ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് സെൽ സാധാരണ ഡിവൈഡ് ചെയ്യും പോലെ ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ആക്സിയൽ ഫിലമെൻറ്റ് ഫോർമേഷൻ നടക്കും. ഈ ആക്സിയൽ ഫിലമെൻറ്റ് ഫോർമേഷൻ കൊണ്ട് അൺഈവൻ ആയിട്ടുള്ള ഒരു ഡിവിഷൻ സംഭവിക്കും ഈ ഒരു സെല്ലുലാർ ഏരിയയ്ക്ക്. ദെൻ അടുത്തത് സെപ്റ്റം ഫോർമേഷനിലൂടെ, സെപ്റ്റം മീൻസ് ഈ ഡിവൈഡിങ് ഫോർമേഷനാണ്. ഈ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയ ഒരു പോർഷനും ഒരു വലിയ വെജിറ്റേറ്റീവ് ഏരിയയുമായിട്ട് ഇവർ മാറുകയാണ്. അടുത്തത് എൻഗൾഫ്മെൻ്റ് ആണ്. ഈ ഉണ്ടായിരിക്കുന്ന 4 സ്പോർ, ഇതിനെയാണ് 4 സ്പോർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്പോറായി മാറാനുള്ള ഏരിയ. ആ ഏരിയനെ തൊട്ടടുത്തിരിക്കുന്ന ഈ വെജിറ്റേറ്റീവ് ഏരിയ എൻഗൾഫ് ചെയ്യാണ്, അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി സംഭവിക്കാനുള്ളത് അവരുടെ പുറത്തുള്ള ഓരോ ലെയറിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം കോർട്ടെക്സ്, ദെൻ കോട്ട്, ദെൻ എക്സോസ്പോറിയം, നമ്മൾ ലാസ്റ്റ് സ്പോർ കോട്ട്. ഇത്രയും ഉണ്ടായതിന് ശേഷം ഈ വെജിറ്റേറ്റീവ് സെല്ലിനെ ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ച് ഈ ഫ്രീ സ്പോർ പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് സ്പോർ ഫോർമേഷൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ സ്പോർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് സ്പോറിൽ നിന്ന് വെജിറ്റേറ്റീവ് സെല്ല് എങ്ങനെ തിരിച്ച് ഉണ്ടാക്കാമെന്ന് പഠിക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് സംഭവിക്കുന്നത് 3 സ്റ്റെപ്പിലാണ്: ആക്ടിവേഷൻ, ജെർമിനേഷൻ ആൻഡ് ഔട്ട് ഗ്രോത്ത്. അപ്പോൾ പല സ്പീഷീസിനും പല ടൈപ്പിൽ ആക്ടിവേഷൻ സംഭവിക്കാറുണ്ട്. ബേസിക് ആയിട്ട് ആക്ടിവേഷൻ നടക്കുന്നത് ബൈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഹീറ്റിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ആക്ടിവേറ്റഡ് ആവാറുള്ളത്. അപ്പോൾ ആക്ടിവേറ്റഡ് ആയതിനു ശേഷമേ ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈവൻ ഇഫ് അവരുടെ സിറ്റുവേഷനിൽ, അവരുടെ സറൗണ്ടിങ്സിൽ എല്ലാ ന്യൂട്രിയൻസും അവർക്ക് ആവശ്യമായ കണ്ടീഷൻസ് എല്ലാം ഉണ്ടെങ്കിലും ആക്ടിവേറ്റഡ് ആയതിനു ശേഷമേ അവർ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഹീറ്റ് യൂസ് ചെയ്ത് ആക്ടിവേറ്റ് ആയതിനു ശേഷം അവർ പുറത്തുള്ള ന്യൂട്രിയൻസും മറ്റ് മെറ്റബോളൈറ്റ്സും യൂസ് ചെയ്തിട്ട് ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് 3rd സ്റ്റെപ്പായ ഔട്ട് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ട് ഗ്രോത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോറിൻ്റെ സ്പോർ കോട്ട് ഉണ്ടല്ലോ, ഈ സ്പോർ കോട്ടിൽ നിന്നും സെല്ലുലാർ കമ്പോണൻസ് എല്ലാം ഉണ്ടാവും. അതാണ് ഔട്ട് ഗ്രോത്ത്. അപ്പോൾ ഈ സ്പോറിൻ്റെ ഒരു ലെയറായ സ്പോർ കോട്ട്, ആ സ്പോർ കോട്ടിൽ നിന്നും ഇവരുടെ ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ആവശ്യമായ സെല്ലുലാർ കമ്പോണൻസ് എല്ലാം ഉണ്ടായി വരുന്ന ആ ഒരു മെത്തേഡാണ് ഔട്ട് ഗ്രോത്ത്. ഔട്ട് ഗ്രോത്തും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇവരൊരു ഫുൾ ആക്റ്റീവ് വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറുന്നത്. ഇതാണ് സ്പോറിൽ നിന്നും വെജിറ്റേറ്റീവ് സെൽ ഉണ്ടാകുന്ന മെത്തേഡ്: ആക്ടിവേഷൻ, ജെർമിനേഷൻ ആൻഡ് ഔട്ട് ഗ്രോത്ത്. 3 സ്റ്റെപ്സിലൂടെ. അപ്പോൾ നമ്മൾ എൻഡോസ്പോർ എന്താണെന്ന് പഠിച്ചു,
എന്തിനൊക്കെയാണ് എൻഡോസ്പോർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, എന്താണ് സ്പോറോജെനസിസ്, എന്താണ് സ്പോറാഞ്ചിയം, ദെൻ സ്പോറിൽ നിന്നും വെജിറ്റേറ്റീവ് സെൽ എങ്ങനെ ഉണ്ടാവുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.